ആദിവാസി ഭൂമി കെട്ടണം. വന്തവാസികൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. ആദിവാസി ഭൂമിയിൽ എങ്ങനെ കൈകയറിയിരിക്കുന്നു? എൻ്റെ വേറെ ചിന്തി പൈസയും കൊണ്ടാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നത്. എന്നിട്ടാണ് ഇവർക്ക് ഇത്രയും ഇത് എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല ഇവർക്ക്. പക്ഷെ എനിക്കാണെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദിത്തം ഇവർ മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ പൊത്തത്താത്തൻ്റെ സ്ഥലമല്ലേ, അപ്പം ഞങ്ങൾ അതിന് മാത്രമല്ല വരണോ? അപ്പം നിങ്ങൾ എന്തിനാ ഇതിലൊക്കെ വരണം? വേണ്ടപ്പോൾ നിൻ്റെ പൊത്തത്താത്ത ചെട്ടടത്തേക്ക് നിങ്ങൾക്ക് എന്താ ജോലിന്ന്? അപ്പം ഞങ്ങൾ പറഞ്ഞു എൻ്റെ പൊത്തത്താട്ടൻ ഞങ്ങൾ അവകാശക്കാരാണ്, ഞങ്ങൾ വേറെ കുട്ടി അവകാശമില്ലേ, അപ്പം ഞങ്ങൾ അവകാശക്കാർ വരണ്ടേ? പോലീസ് സ്റ്റേഷന് ഒരുപാട് പോയി, രാത്രിയല്ല പകലല്ലാതെ എൻ്റെ അധ്വാനം ഞാൻ നിർത്തി വെച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ എനിക്ക് അനുകൂലം കിട്ടിയിട്ടില്ല. ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി തിരിച്ചു തരണം. എങ്കിൽ ഇപ്പോൾ താത്തൻ്റെ ഭൂമി പൊത്തത്താത്തൻ്റെ ഭൂമി അവരിരിക്കുന്നത് മൂറ വിട്ടിട്ട് ഞങ്ങൾക്ക് എത്ര ബാക്കിയുള്ളത് അത് ഞങ്ങൾക്ക് എടുക്കണം. പക്ഷെ ഞമ്മക്ക് ഈ ആദിവാസി ആയതുകൊണ്ടല്ലേ ഇവർ ഇത്രയും ചെയ്യണത്. അപ്പോൾ അതേ നമ്മളൊരു പൈസക്കാരനും മറ്റേ കയ്യേറ്റമുള്ളവരാണെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കില്ലേ? മലീശ്വരിയുടെ അമ്മയുടെ അച്ഛൻ അല്ലേ, പൊത്ത എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 6.5 ഏക്കറാണ് പട്ടയം കിട്ടിയതെന്ന് അവർ വാദിക്കുന്നു. 5.5 ഏക്കർ പട്ടയം കിട്ടിയെന്ന് സർക്കാരും അംഗീകരിക്കുന്നു. 5.5 6.5 നമുക്ക് വിടാം. പക്ഷെ ഞാൻ റവന്യൂവിൻ്റെ ഫയലുകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു 3.5 ഏക്കർ ഭൂമി ഇപ്പോഴും പൊത്തയുടെ കയ്യിൽ തന്നെ ഉണ്ട്. അത് വിറ്റിട്ടില്ല. വിറ്റതായി രേഖ ഉണ്ടാക്കാൻ പോലും കഴിയാത്ത ഭൂമിയാണ് ഈ ഒരു 3.35 അല്ലെങ്കിൽ 3.5 ഏക്കറോളം ഭൂമി. മലീശ്വരിയും വാദിക്കുന്നു അതാണ്. എൻ്റെ മുത്തച്ഛൻ ആർക്കെങ്കിലും ഭൂമി വിറ്റിട്ടുണ്ടെങ്കിൽ അത് ഞാനങ്ങ് തന്നേക്കാം, ബാക്കിയുള്ള ഭൂമി തന്നാൽ മതി എന്ന്. ഇത് ആദിവാസിയുടെ ഒരു പൊതു സ്വഭാവമാണ്. ഞങ്ങൾ വിറ്റുപോയെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പൈസ വാങ്ങിയതല്ലേ, അച്ഛനോ മുത്തച്ഛനോ വാങ്ങിയതല്ലേ, ബാക്കി ഭൂമി മതിയെന്നാണ് ആദിവാസി പറയുന്നത്. അതിൻ്റെ ആദിവാസിയുടെ ഒരു ജനാധിപത്യ ബോധം അതാണ്. പക്ഷേ സർക്കാർ സംവിധാനം പറയുന്നത് മല്ലീശ്വരിക്ക് ഭൂമിയേ ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷെ അവരുടെ മുന്നിൽ റവന്യൂ രേഖ ഇരിക്കുക, ഇത് മറച്ചു വെച്ചിട്ടാണ് മല്ലീശ്വരിയോട് പറയുന്നത്. വേറെ സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി വന്നിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മൾ അവരെ ആരെയും ബുദ്ധിമുട്ടിക്കണില്ല. അപ്പം എൻ്റെ മുത്തച്ഛൻ വിറ്റതൊഴികെ നിയമാനുസൃതമായിട്ടുള്ള ഭൂമി മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. കുടിയുള്ളവർ ഞങ്ങളെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ എൻ്റെ താത്തൻ്റെ ഈ വെറും ഭൂമി മാത്രം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. ആദിവാസിയുടെ ഭൂമിയല്ലേ, അപ്പം ഞങ്ങൾക്ക് അത് മാത്രം മതി. ആരെയും ഞങ്ങൾ ഉത്തോണിക്കാൻ വരുന്നില്ല. ഞങ്ങൾ ഇത്രയും ഈ ഭൂമിയിൽ വന്നിരുന്നിട്ട് ആരോടും പോയി ഞങ്ങൾ ചോദിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാ എൻ്റെ താത്തൻ്റെ ഭൂമിയിൽ പൊത്ത ഭൂമിയിൽ ഇരിക്കണോ? 3/9/2022 ഇവിടെ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കളിക്കളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയ്യേറ്റം ശ്രമിക്കുമ്പോഴാണ് ഞാൻ വന്ന് തടഞ്ഞപ്പോൾ എന്നെ ഒരുപാട് ആക്ഷേപിച്ചു, വേണ്ടാതെ തെറികളൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ തിരിച്ചു പോയിന്നിട്ട് ഞാൻ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. 6/9/2022 പരാതി കൊടുത്തപ്പോൾ അവർ എനിക്ക് അനുകൂലമായിട്ട് പരാതി എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ഭൂമി എന്താണെന്നും പോലും അന്വേഷിക്കാതെ ഫാൾസ് ആണെന്ന് പറഞ്ഞിട്ട് കോടതിക്ക് അയച്ചു വിട്ടു. മല്ലീശ്വരിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അന്യാധീനപ്പെട്ട ഭൂമിയുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 2022, 2023, 2024 വർഷങ്ങളിൽ 5 സെൻറ്റ് മുതൽ 50 സെൻറ്റ് വരെ അല്ലെ 60 സെൻറ്റ് വരെ കൈമാറ്റം ചെയ്തിരിക്കുന്നു. അവിടെയും കിടക്കുന്ന തണ്ടപ്പേര് എന്ന് പറഞ്ഞാൽ പൊത്തയാണ്. ഇപ്പോൾ പൊത്ത 81 മരിച്ചു. പൊത്തയ്ക്ക് 2022, 2023, 2024 വന്ന് ആധാരം ചെയ്തു കൊടുക്കാൻ കഴിയില്ല. കുടിയിട്ട് പോയി വെള്ളം പിടിച്ചാൽ ഞങ്ങൾ അടിക്കാൻ പറയും. വെള്ളം പിടിക്കാൻ വിടില്ല, കുടത്തൊക്കെ പൊടിച്ച് പറിച്ചെടുക്കും. പിന്നെ ഇവിടെ കുടിയിരുന്ന വെള്ളത്തിലെ കല്ലും നൈറ്റിക്ക് ഞങ്ങളിവിടെ ചോറും കഞ്ഞിയും വെച്ച് തിന്നാൻ പറ്റില്ല. ഒക്കെ വന്നിട്ട് കൂക്കയിട്ടിട്ട് ഉറങ്ങാൻ പറ്റില്ല. കല്ലുകൾ ഇവിടെ അവിടെയൊക്കെ വീസും അവർ. പിന്നെ തീ കത്തിക്കാന്ന് പറയും, പിന്നെ ബെഡ് ഉൾക്കൊട്ടം തോളിക്കാന്ന് പറയും. ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര ചെക്കന്മാരിട്ടിട്ട് പറയുന്നതാണ്. പിന്നെ അവർ അതിനവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ പുറത്ത് വന്നാൽ വീഡിയോ എടുക്കും, അത് ചെയ്യും ഇത് ചെയ്യും. പിന്നെ അങ്ങനെ ഇപ്പം ഞങ്ങൾ എന്ത് ചോദിക്കാൻ പറ്റില്ല, ഞങ്ങൾ പുറത്ത് വരാൻ പറ്റില്ല ചാളേൻ്റെ ഉള്ളിലിരുന്ന്. അപ്പോൾ കല്ലുകൾ എറിയവർ. അപ്പോൾ ഞങ്ങൾ മിണ്ടാണ്ട് വരയ്ക്കവർ മുത്ര വിളിക്കാനും കൂടി വരാൻ പറ്റില്ല പുറത്തിറങ്ങി.
ഷെഡ് കെട്ടാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ പോലും ഞങ്ങൾക്ക് അവിടെ ആ റോഡിൽ അനുമതി ഉണ്ടായിരുന്നില്ല. ഈ പണി സാധനങ്ങൾ ഫുള്ളും ഞങ്ങൾ ചുമന്ന് കൊണ്ടുവന്നിട്ടാണ് ഇത്രയും ഷെഡും പണിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. വീട് പണിക്ക് 2 ലോഡ് കല്ല് കൊണ്ടുവന്നു, അത് നിർത്തി വെച്ച് 1 ലോഡ് കൊണ്ടുവന്നു, ബാക്കി 1 ലോഡ് അവിടെ ഉണ്ട്. പക്ഷേ ഒരു സാധനം പൊതു ടാപ്പിൽ വെള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞു, അതിനും തടഞ്ഞു നിർത്തി. ഇത് ഫുള്ളും വാർഡ് മെമ്പറായ മകേശ്വരിയുടെ നേതൃത്വത്തിലും പരമേശ്വരൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ ഫുള്ള് ഗുണ്ടായിസമായിട്ടും കാണിച്ചിട്ട് ഇത്രയും ചെയ്തത്. എന്നിട്ട് പഞ്ചായത്തിൽ എനിക്ക് സ്റ്റോപ്പ് മെമ്മോ തന്നു, വീട് പണി നിർത്തണം. അങ്ങനെയാണ് നിന്ന് കിടക്കുന്നത് എൻ്റെ വീട് പണി. ചാളേൻ്റെ അപ്പുറത്താണ് ഞങ്ങൾ എടുത്തത്. പിന്നെ ഇവിടെ ചുറ്റി തുണി വെച്ച് കട്ടിയിട്ട് ഞങ്ങൾ അവിടെ പണിയെടുത്തത്. പിന്നെ അവർ നൈറ്റാ തീ വെച്ച് കത്തിച്ചു. പിന്നെ കല്ലുകളൊക്കെ ഫൗണ്ടേഷൻ കൊണ്ടുവന്ന് 1 ലോഡ് കല്ല് ഞങ്ങൾ കൊണ്ടുവന്നു. 2ാമത്തെ ലോഡ് കല്ല് വന്നിട്ട് അവിടെയൊക്കെ വലി വെച്ച് അടച്ചു. പഞ്ചായത്ത് റോഡിൽ വരാൻ പാടില്ല, ഞങ്ങൾ റോഡാണെന്ന് പറഞ്ഞ് അവിടെ അപ്പുറത്തുള്ളവർ മുഴുക്ക അടച്ചിട്ട് വണ്ടി കുറക്കാണ്ട് പിന്നെ തിരിച്ചു കൊണ്ടുപോയി. ആ കല്ലിനാണ് ഞങ്ങൾ മേടിച്ച് കൊണ്ടുവന്നത്. കല്ലിനെ തിരിച്ചു കൊണ്ടുപോയി അവിടെ ഇട്ടു. ഒരു വീട്ടിന് അവിടെ ചോദിച്ചിട്ട് അവിടെ ഇട്ടു ഞങ്ങൾ കല്ല്. അപ്പോൾ പിന്നെ 2ാം പ്രാവശ്യം വന്നു, ശരി ഈ കല്ല് ഉള്ളത് നമുക്ക് കട്ടാ, പൈസ അവർ തന്നതല്ലേ കുട്ടിക്ക്. അപ്പോൾ ശരി ഇത് തറ കട്ടി എടുക്കാന്ന് പറഞ്ഞ് 5-6 ആൾക്കാരെ കൊണ്ടുവന്ന് രാവിലൊക്കെ അവരൊന്നും മുണ്ടിയില്ല, എടുക്കുന്ന വരെ മുണ്ടില്ല. വൈകുന്നേരത്ത് എല്ലാം ഇട്ട് തീ വെച്ച് കല്ലുകളെ പോട്ട് ഒക്കെ മൂടി. മണ്ണിട്ട് മൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ സ്വാധീനമുള്ളവർ ഒരു ഗുണ്ട സംഘങ്ങൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് ചെയ്തത്. ഒരുപാട് ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ ഇവിടെ വാർഡ് മെമ്പറായ മകേശ്വരിയും പരമൻ്റെ നേതൃത്വത്തിലാണ് ഇത്രയും ഗുണ്ടായിസം കാണിച്ചിട്ട് ചെയ്തത്. അപ്പോൾ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ഹൈക്കോടതി പോയത്. ഹൈക്കോടതി പോയപ്പോൾ എനിക്ക് 4 മാസം കൊണ്ട് ഭൂമി അളന്ന് തരണം അന്ന് ഉത്തരവ് ഉണ്ടായിരുന്നു. ഉത്തരവ് വന്നിട്ട് ഇവർ വില്ലേജിൽ നിന്നും പിന്നെ തഹസിൽദാർ അവിടെ നിന്ന് ഒരു നടപടി എനിക്ക് കിട്ടിയില്ല. ഞാൻ വീണ്ടും പോയിട്ട് ഞാൻ ഒരുപാട് നടന്നതിന് ശേഷമാണ് പിന്നെ കലക്ടർ ഉത്തരവ് പ്രകാരം എനിക്ക് ഭൂമി അളക്കണം എന്ന് പറഞ്ഞ് 15-ാം തീയതി അങ്ങനെ വന്നു. തഹസീൽദാരോ സബ് കളക്ടറോ പറയുന്നു ഭൂമി അളന്നു കൊടുക്കാൻ, ഉത്തരവുണ്ടാകുന്നു, സർവേയർക്ക് ഉത്തരവ് കൈമാറുന്നു. നമ്മളിപ്പം കണ്ടത് മണ്ണാർക്കാട് സർവേയറെ 2 കൊല്ലം മുമ്പാണ് സസ്പെൻഡ് ചെയ്ത് പുറത്താണ്. അട്ടപ്പാടിയിലെ സർവേയർ കൈക്കൂലി വാങ്ങി പുറത്തായി. ഇപ്പോൾ 3ാമത്തെ ഹെഡ് സർവേയർ അട്ടപ്പാടിയുടെ ട്രൈബൽ താലൂക്കിലെ സർവേയറേയും കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. എന്താ, എല്ലാം കൈക്കൂലി വാങ്ങുന്ന ആളുകൾ. ഇനി മാത്രമല്ല, ഇവരൊക്കെ പിടിക്കപ്പെടുന്നത് തഹസീൽദാർ ഒറ്റുകൊടുക്കുമ്പം സർവേയർ പിടിക്കപ്പെടുന്നു, തഹസീൽദാർ ഒറ്റെടുക്കുമ്പോൾ വില്ലേജ് ഓഫീസർ പിടിക്കപ്പെടുന്നു. ഇവരുടെ ഗ്രൂപ്പിൽ നിൽക്കുകയാണെങ്കിൽ ആരും പിടിക്കപ്പെടുന്നില്ല. രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ്. രാഷ്ട്രീയ സ്വാധീനം. അവിടെ പോയിട്ട് എനിക്കൊരു മറുപടിയോ എനിക്കൊരു ഇതും കിട്ടിയിട്ടില്ല, എനിക്ക് നീതി കിട്ടിയിട്ടില്ല. ഇവർക്കൊപ്പം തന്നെയാണ്. എന്നെ എന്നിട്ട് ഭീഷണിപ്പെടുത്തി. ഈ SHO അവരെന്നെ ഭീഷണിപ്പെടുത്തിയത്. ഇവിടെ നിന്ന് നിങ്ങൾ പോകും, ഞങ്ങൾ രാത്രി വന്നിട്ട് ഷെഡ് പൊളിക്കുമെന്ന് പറഞ്ഞു. സാറ് നിങ്ങൾ പൊളിച്ചോന്ന് പറഞ്ഞു. എന്നിട്ടും മല്ലീശ്വരിക്കെതിരെ പഞ്ചായത്ത്, വില്ലേജ്, തഹസീൽദാർ, സർക്കാർ സംവിധാനം മുഴുവൻ എതിരാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് അട്ടപ്പാടിയുടെ ഒരു പൊതു സ്വഭാവമാണ്. ആദിവാസിക്കെതിരായി സർക്കാർ സംവിധാനം മുഴുവൻ പ്രവർത്തിക്കുന്നു. ഇപ്പം മല്ലീശ്വരിയിലേക്ക് ചോദിച്ചാൽ മല്ലീശ്വരിയുടെ കയ്യിൽ രേഖയുണ്ടാവില്ല, സർക്കാരിൻ്റെ കയ്യിൽ രേഖയുണ്ട്. അത് കൊടുത്ത് സഹായിക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. മല്ലീശ്വരിയോടല്ല രേഖ ചോദിക്കേണ്ടത്, സർക്കാരിൻ്റെ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രത്തിലാണ് അന്വേഷിക്കേണ്ടത്. അപ്പം അത് നടക്കുന്നില്ല. എനിക്കെതിരെ ഭയങ്കര ഭീഷണിയാണ്. ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിനും ഭീഷണി തന്നെ. ഇപ്പോൾ ഇവിടെ തന്നെ വരണമെങ്കിൽ ഒറ്റയ്ക്ക് എനിക്ക് വരാൻ പേടിയാണ്. പക്ഷെ എന്നാലും ഇതിപ്പോൾ എൻ്റെ ഭൂമിയല്ലേ, ഞാൻ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ തീരുമാനത്തിലാണ് ഞാൻ വരുന്നത്. വ്യാജരേഖകൾ കെട്ടിച്ചമച്ച് അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമികൾ കയ്യേറ്റം നടത്താനുള്ള നിരന്തര ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന വില്ലേജ് ഓഫീസ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളോടും ജന്മിത്വത്തിനോടുമാണ് ഇവിടുത്തെ മനുഷ്യർ പോരാട്ടം നടത്തുന്നത്. ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള ആദിവാസികളുടെ അവകാശത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം നീക്കങ്ങൾ. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു കേസും കാര്യത്തിനാണെങ്കിലും ഞാൻ ഒരു നേരം എൻ്റെ 6 ദിവസത്തെ പണി പൈസ വാങ്ങിയിട്ട് വേണം ഇത്രയും കാര്യങ്ങൾ ഞാൻ നടത്താൻ വേണ്ടിയിട്ട് ഇതിലിറങ്ങിപ്പോയി. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് പിന്മാറാൻ പറ്റില്ല, ഞാൻ വിടില്ല. പക്ഷെ എൻ്റെ ഭൂമി എന്നെ പോലെ തന്നെ ഇനി ഒരുപാട് പേരുണ്ട്, അവർക്കും ഞാൻ സപ്പോർട്ടായിട്ട് നിൽക്കും. ഞാൻ പിന്മാറില്ല. ഈ ഭൂമി പോരാട്ടത്തിൽ ഞാൻ പിന്മാറില്ല.